കുമ്പള ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ മൈം ഷോ തടഞ്ഞതിൽ അധ്യാപകരെ സംരക്ഷിച്ച് ഡിഡിഇയുടെ റിപ്പോർട്ട്. കലോത്സവത്തിനിടെ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായതാണ് കലോത്സവം നിർത്തിവെക്കാൻ കാരണമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. സംഘപരിവാർ അനുകൂല ദേശീയ അധ്യാപക പരിഷത്ത് അംഗം പ്രദീപ് കുമാർ, സുപ്രീത് എന്നിവർ മൈം ഷോ തടഞ്ഞു എന്നായിരുന്നു പരാതി. ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷഫീഖ്, ഡിഡിയുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചത്? ഈ പറയുന്നത് പോലെ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നത്തെ തുടർന്നാണോ കലോത്സവവും ഈ പരിപാടിയും ഒക്കെ നിർത്തിവെക്കേണ്ടി വന്നത്? കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെള്ളിയാഴ്ച നടന്ന കലോത്സവത്തിനിടെയാണ് ഗസ പ്രമേയമായുള്ള ഒരു മൈം ഷോ അവതരിപ്പിച്ചത്. മൈം ഷോ 2 മിനിറ്റ് പൂർത്തിയാവുമ്പോഴേക്കും അധ്യാപകർ സ്റ്റേജിലേക്ക് കയറി വന്ന് വിദ്യാർത്ഥികളോട് മൈം ഷോ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും സ്റ്റേജിലെ കർട്ടൻ താഴ്ത്തുകയും ചെയ്യുകയായിരുന്നു. ഈ മൈം ഷോ തടഞ്ഞു എന്നതാണ് അവിടുത്തെ വിഷയം. അതിനുശേഷമാണ് അവിടെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. ഈ പ്രതിഷേധത്തെ തുടർന്നാണ് പ്രതിഷേധമുണ്ടായത്. ഈ മൈം ഷോ തടഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡിഡി നടത്തിയ അന്വേഷണത്തിൽ പ്രധാന അധ്യാപകരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ മൊഴി ഉൾപ്പെടുത്തിയ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഡിഡി സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പ്രധാനാധ്യാപകൻ പ്രധാനമായും സൂചിപ്പിച്ചിരിക്കുന്നത് അവിടെ വിദ്യാർത്ഥികൾ തമ്മിൽ ഉള്ള പ്രശ്നത്തെ തുടർന്ന് കലോത്സവം നിർത്തിവെക്കുകയാണ് എന്നാണ്. എന്നാൽ അത്തരത്തിൽ ഒരു പ്രശ്നം വിദ്യാർത്ഥികൾ തമ്മിൽ അവിടെ ഉണ്ടായിരുന്നില്ല. മൈം ഷോ തടഞ്ഞതാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കാനുള്ള ഒരു കാരണമായി തീർന്നത്. ഈ മൈം ഷോ നമ്മൾ അതിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വിദ്യാർത്ഥികൾ മൈം ഷോ അവതരിപ്പിക്കുന്നതിനിടയിലാണ് 2 അധ്യാപകർ സ്റ്റേജിനകത്ത് കയറി അവിടെ കർട്ടൻ താഴ്ത്തി ഈ മൈം ഷോ തടയുന്നത്. ആ തടഞ്ഞതിന് ശേഷം അധ്യാപകർ തന്നെ മുഴുവൻ പരിപാടിയും നിർത്തിവെക്കുന്നു എന്ന് വിളിച്ചു പറയുന്നതും ആ ദൃശ്യങ്ങളിൽ ഉണ്ട്. അങ്ങനെ നേരത്തെ തീരുമാനിക്കാതെ ഈ മൈം ഷോ തടയുകയും അവിടെ ഉണ്ടായിരുന്ന കലോത്സവ പരിപാടികൾ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ അധ്യാപകരും ഡിഡിക്ക് നൽകിയ മൊഴിയിൽ പറയുന്നത് വിദ്യാർത്ഥികൾ തമ്മിൽ പ്രശ്നമുണ്ടായതിനെ തുടർന്ന് അവിടെ കലോത്സവം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാണ്. എന്നാൽ ഇത് വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും അന്വേഷിച്ചാൽ അത്തരമൊരു സംഭവം അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നത് ഈ മൈം ഷോ തടയുക എന്നതാണ്. അത് സംഘപരിവാർ അനുകൂല അധ്യാപക സംഘടനയിൽപ്പെട്ട അധ്യാപകരാണ് ഇങ്ങനെ സ്റ്റേജിൽ കയറിക്കൊണ്ട് വിദ്യാർത്ഥികൾ മൈം ഷോ നടത്തുന്നത് തടയുകയും കർട്ടൻ താഴ്ത്തുകയും ചെയ്തത്. ഈ സംഭവത്തിൽ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടിരുന്നു. അതിനെ തുടർന്നാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിനും അതുപോലെ തന്നെ മന്ത്രിസഭയും ഫലസ്തീൻ വിഷയത്തിലെടുത്ത നിലപാടിന് വിരുദ്ധമായിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ഡിഡി നൽകിയിരിക്കുന്നത്. അവർ അധ്യാപകരെ വെള്ളപൂശുന്ന, അവരെ സംരക്ഷിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്.